ശ്രീകാന്തിനോട് ഈ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ആരായേണ്ടതുണ്ട്. ശ്രീകാന്ത്, കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? ഈ കേസുമായി ബന്ധപ്പെട്ട CBI അന്വേഷണമാണ് ആവശ്യപ്പെട്ടതെങ്കിലും ഇതിലിപ്പോൾ DGPയോട് അന്വേഷിക്കാനാണ്, അതായത് ഉന്നത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം എന്നുള്ളതാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. DGP ഈ കേസ് നേരിട്ട് അന്വേഷിക്കണം എന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശമായി വന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ താഴെത്തട്ടിലുള്ള ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരടക്കം ഇത് അന്വേഷിച്ചത് ശരിയായ രീതിയിലല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരുന്നു. ഈ പ്രസംഗം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരുടേതടക്കം മൊഴിയെടുത്തിട്ടില്ല ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെന്ന് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ റിപ്പോർട്ട് റദ്ദാക്കിക്കൊണ്ട്, ഈ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് തന്നെ റദ്ദാക്കിക്കൊണ്ട് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് വരുന്നത്. DGP ഈ കേസ് അന്വേഷിക്കണം എന്നുള്ളതാണ് കോടതിയുടെ അഭിപ്രായം. അത് അക്കാര്യത്തിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരു പുനരന്വേഷണം തന്നെയാണ് കോടതി ഈ കാര്യത്തിൽ ആഗ്രഹിക്കുന്നത്. കാരണം ഇത് വേണ്ട രീതിയിൽ അന്വേഷിച്ചിട്ടില്ല, കൃത്യമായ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് കോടതി പറയുന്നു. ഒപ്പം തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റഫർ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റിന്റെ നടപടി തെറ്റാണ് എന്നുകൂടി കോടതി പറയുന്നു. അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു പുനരന്വേഷണം നടക്കണം, ഇതാണ് കോടതിയുടെ ആവശ്യം. അത് DGP തന്നെ നടത്തണം എന്നും ഇപ്പോൾ കോടതി പറയുന്നു. അതായത് മന്ത്രി സജി ചെറിയാന്റെ ഭാഗത്തുനിന്നും തെറ്റുണ്ടായി എന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, സിംഗിൾ ബെഞ്ചിന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് വസ്തുത. എന്തായാലും വലിയ തിരിച്ചടിയാണ്. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ തുടരന്വേഷണത്തിനാണ് ഉത്തരവ്. ഹൈക്കോടതിയുടെ ഉത്തരവ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച്. മന്ത്രി സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ച് പ്രസംഗിച്ച സംഭവത്തിൽ മന്ത്രി ഉപയോഗിച്ച വാക്കുകൾ അനാദരവുള്ളതാണ് എന്ന് പറയുകയാണ് ഹൈക്കോടതി. ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം തെറ്റാണ് എന്നുകൂടി പറയുന്നു ഹൈക്കോടതി. മാധ്യമപ്രവർത്തകരടക്കം മൊഴിയെടുത്തില്ല എന്ന് പറയുന്നു ഹൈക്കോടതി. ഉന്നത ഉദ്യോഗസ്ഥർ ആ കാര്യത്തിൽ തുടരന്വേഷണം നടത്തണം. പോലീസിന്റെ റഫർ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് നടപടി തെറ്റാണ്, അന്വേഷിക്കാൻ DGPക്ക് നിർദ്ദേശം. ഈ പറഞ്ഞ കുന്തം കുടച്ചക്രം എന്ന് പറയുന്ന എന്താണ് ആ പ്രസ്താവന, ആ സമയത്ത് തന്നെ വലിയ പ്രതിഷേധമുണ്ടാക്കിയ ഭരണഘടനാ അവഹേളനമാണ് തുടങ്ങിയ ആ വിമർശനങ്ങൾ കൃത്യമായി തന്നെ സാധൂകരിക്കുന്നു ഇപ്പോൾ ഹൈക്കോടതി. ശ്രീത്ത് വിളിച്ചിരുന്നു. ശ്രീത്ത്, സജി ചെറിയാൻ എത്രത്തോളം വലിയ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന ഈ ഉത്തരവ്? ഉറപ്പായും മന്ത്രിയുടെ രാജി ആവശ്യപ്പെടില്ലേ പ്രതിപക്ഷം? ശ്രീത്ത്. ഹാഷ്മി, സജി ചെറിയാന് മാത്രമല്ല CPIM-നും സർക്കാരിനും വലിയ തോതിൽ തിരിച്ചടിയുണ്ടാകുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കേണ്ട ഒരു മന്ത്രി ആ ഭരണഘടനയെ അവഹേളിച്ച് സംസാരിച്ചു എന്നതാണ് സജി ചെറിയാൻ്റെ പ്രസംഗത്തിലൂടെ സംഭവിച്ചിരിക്കുന്ന കാര്യം. ആ സംഭവവുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ഒതുക്കാൻ ഒരു പരിധിവരെ സർക്കാരിനും CPIM-നും കഴിഞ്ഞെങ്കിലും എന്നാൽ ഇപ്പോൾ ഹൈക്കോടതി അക്കാര്യത്തിൽ ഏറ്റവും കർശനമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഉത്തരവിൻ്റെ രാഷ്ട്രീയ പ്രസക്തി. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരാൾ അതിന് വിഘാതമായി പ്രവർത്തിച്ചു എന്ന ഒരു കാര്യം കോടതി ചൂണ്ടിക്കാണിക്കുമ്പോൾ രാജി അല്ലാതെ മറ്റൊരു ആവശ്യം പ്രതിപക്ഷത്തിൽ നിന്ന് ഉയരുകയില്ല എന്ന കാര്യം വ്യക്തമാണ്. എന്നാൽ അത്തരത്തിൽ ഭരണഘടനയെ അവഹേളിച്ചു എന്ന പ്രസ്താവന നേരിടുന്ന സജി ചെറിയാനെ കാര്യത്തിൽ CPIM-ഉം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും വളരെ ഗൗരവതരമാണ്. നേരത്തെ ഈ സജി ചെറിയാൻ്റെ ഈ കുന്തം കുടച്ചക്കം പ്രസ്താവനയിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്നു. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ സജി ചെറിയാന് രാജിവെച്ച് പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഒതുങ്ങിയപ്പോഴാണ് അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് തിരിച്ചെടുത്തത്. എന്നാൽ ഇപ്പോൾ വീണ്ടും കോടതിയിൽ നിന്ന് ഗൗരവതരമായൊരു ഇടപെടലും അന്വേഷണം വരുമ്പോൾ അദ്ദേഹം പദവിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യം സ്വാഭാവികമായി വരും. പ്രതിപക്ഷം ഏറ്റവും ശക്തമായി തന്നെ അക്കാര്യത്തിൽ ഒരു ആവശ്യം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. പ്രതിപക്ഷം മാത്രമല്ല BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും ഇക്കാര്യത്തിൽ ശക്തമായി തന്നെ രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും സർക്കാരിനും CPIM-നും ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചടിയായി ഇന്നത്തെ ഹൈക്കോടതി ഉത്തരവ് മാറുകയാണ്. നേരത്തെ തന്നെ ഒരു തവണ ഈ രാജി വെച്ചതുകൊണ്ട് തന്നെ CPIM ഇക്കാര്യത്തിൽ സജി ചെറിയാൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്ന കാര്യം വ്യക്തമല്ല. വെള്ളിയാഴ്ച CPM സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. ആ സെക്രട്ടേറിയറ്റിലായിരിക്കും ഭാവി നടപടികൾ തീരുമാനിക്കുക. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കണ്ണൂരിലാണുള്ളത്. അദ്ദേഹം കണ്ണൂരിൽ നിന്ന് ഒരുപക്ഷെ ഇതേപ്പറ്റിയുള്ള പ്രതികരണം നടത്തിയേക്കും. ഹൈക്കോടതി ഉത്തരവിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഹെൻസ് ought to be conducted by the state crime branch. Accordingly, further investigation is ordered. The state police chief shall immediately pass orders handing over the investigation to the state crime branch with an officer of integrity. നോക്കണം, എന്താണ് സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ച് വിത്ത് ആൻ ഓഫീസർ ഓഫ് ഇന്റഗ്രിറ്റി ടു ലീഡ് ദ ഇൻവെസ്റ്റിഗേഷൻ. ദ ഇൻവെസ്റ്റിഗേഷൻ ഷാൽ ബി കംപ്ലീറ്റഡ് വിത്തൗട്ട് അൺഡ്യൂ ഡിലേ എന്ന് പറഞ്ഞാണ് കോടതി ഉത്തരവ് അവസാനിപ്പിക്കുന്നത്.